കുക്കിംഗ് ഇഷ്ടമായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷെ കുക്കിംഗ് ഒരു പ്രൊഫഷൻ ആയിട്ട് എടുക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്. അപ്പൊ അവരിങ്ങനെ പല പല ടൈമിൽ നമ്മളോട് ഒന്ന് സംസാരിക്കാറുണ്ട് ഏത് കോഴ്സ് എടുക്കണം ഇതിന്. ഓക്കെ, എല്ലാവർക്കും അറിയാവുന്ന തന്നെ ഒരു കോഴ്സാണ് ഹോട്ടൽ മാനേജ്മെന്റ്. ഹോട്ടൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന കോഴ്സ് നമുക്ക് രണ്ട് രീതിയിൽ പഠിക്കാം. അതായത് BSc ഹോട്ടൽ മാനേജ്മെന്റ് ആയിട്ടും പഠിക്കാം, BHM ആയിട്ടും പഠിക്കാം. BSc ഹോട്ടൽ മാനേജ്മെന്റ് 3 വർഷം പ്ലസ് ഇന്റേൺഷിപ്പ് വരും. BHM നമുക്ക് 4 വർഷം പ്ലസ് ഇന്റേൺഷിപ്പ് വരും. രണ്ടില് ഏതാണ് ബെറ്റർ എന്ന് ആൾക്കാർ ചോദിക്കാറുണ്ട്. ഒബിയസ്ലി നമുക്ക് 4 വർഷത്തെ കോഴ്സ് തന്നെയാണ് കരിയറിനാണെങ്കിലും എന്തിനാണെങ്കിലും ബെറ്റർ ഓപ്ഷൻ. ഇത് കൂടാതെ തന്നെ ഇതിന്റെ 2 വർഷത്തെ 1 വർഷത്തെയൊക്കെ ചെറിയ ഡിപ്ലോമ കോഴ്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സോ ഹോട്ടൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന കോഴ്സ് നമ്മൾ എടുക്കുമ്പോൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ജസ്റ്റ് നമ്മൾ TV-യിലോ അല്ലെ സിനിമയിലോ കാണുന്ന പോലെ ഒരു നോർമൽ കുക്കിംഗ് മാത്രമല്ല ഈ പറയുന്ന കോഴ്സിനകത്ത് വരുന്നത്. അത് പലരും മീൻസ് നല്ല പ്രൊഫഷനാണ് അല്ലെങ്കിൽ ഇത്രയും ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കോഴ്സിനകത്ത് എടുത്തിയാടുന്ന ആൾക്കാരുണ്ട്. അവർക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. ഓക്കെ, അതായത് ഇതിനകത്തിൽ നമ്മൾ ഒരു 5 സ്റ്റാർ അല്ലെ 3 സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിയുമ്പോൾ അവിടുത്തെ ടേബിൾ അറേഞ്ച് ചെയ്യുന്ന രീതി, അവിടുത്തെ പാത്രങ്ങൾ വെക്കുന്ന രീതി, അവരുടെ കസ്റ്റമറോട് വരുമ്പോൾ നമ്മൾ പെരുമാറുന്ന രീതി, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യുന്ന രീതി, ഒരു കസ്റ്റമർ വന്ന് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നിടം വരെ അതിനകത്ത് നമ്മൾ പെരുമാറേണ്ട A to Z, അതൊന്ന് നടക്കുന്നതാണേലും ഒന്ന് ഇരിക്കുന്നതാണേലും അങ്ങനെ എല്ലാ കാര്യങ്ങളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഈ കോഴ്സിനകത്ത് പഠിപ്പിക്കും. സോ അതിനകത്ത് നമ്മൾ ആദ്യം ജോലി കിട്ടിയിട്ട് കയറുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഡയറക്റ്റ് കുക്കിങ്ങിലോട്ടൊന്നും ആവില്ല. ആദ്യം കുറച്ച് സ്ട്രഗിളിംഗ് ഉണ്ട്. ഒരു 10-12 മണിക്കൂറത്തേക്ക് വർക്കോ ചിലപ്പോൾ ഓവർ വർക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവും. അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ആദ്യം ഉണ്ടാവാറുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിലേ വരുള്ളൂ. ഇപ്പം മീൻസ് നമുക്ക് ഫുഡ് എടുക്കുന്ന അവർ കഴിച്ചതിന് ശേഷം പാത്രം എടുക്കാനൊക്കെ മടിയുള്ള ആൾക്കാരൊക്കെ കാണും. അങ്ങനെയൊക്കെയുള്ള ഒരു മെന്റാലിറ്റി ഉള്ള ആൾക്കാർ ഒരു കാരണവശാലും ഈ കോഴ്സിലോട്ട് പോരുത്. ഫുഡിനെ ആസ്വദിച്ച് കഴിക്കുന്നവരും അതേപോലെ തന്നെ അത് നമ്മുടെ ഒരു ജോലിയാണ്, നമ്മുടെ പ്രൊഫഷന്റെ ഭാഗമാണ് എന്ന ആറ്റിറ്റ്യൂഡ് ഉള്ളവരും അതേപോലെ തന്നെ വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെ ഒരു സിഗ്നേച്ചർ കുക്കിങ്ങിനകത്ത് കൊണ്ടുവരാൻ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരും അതിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഒക്കെ ഈ കോഴ്സിന് പോകാവൂ. അങ്ങനെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ ഈ കോഴ്സിനെ കൊണ്ട് സാധിക്കുന്നതാണ്. ഓക്കെ, പിന്നെ ഈ കോഴ്സിന്റെ ജോലി സാധ്യതകൾ എവിടെയൊക്കെ വരും? നമ്മൾ ഈ പറയുന്ന പോലെ 3 സ്റ്റാർ 4 സ്റ്റാർ 5 സ്റ്റാർ ടു 7 സ്റ്റാർ വരെയുള്ള ഹോട്ടല് മാത്രമാണോ അല്ലെങ്കിൽ ബാറുകളാണോ? അത് മാത്രമൊന്നുമല്ല, വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഈവൻ ഷിപ്പില് നല്ല ജോലി സാധ്യതയാണ്, നല്ല സാലറി ഉള്ള ജോലി കിട്ടുന്ന ഒരു കോഴ്സാണ് ഈ കോഴ്സ്. അതേപോലെ തന്നെ എയർപോർട്ട് ബേസ് ചെയ്തിട്ട് ഫ്ലൈറ്റിലൊക്കെ അങ്ങനത്തെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ജോലി സാധ്യതയുണ്ട്. അങ്ങനെ പല വെറൈറ്റി, പലർക്കും പേഴ്സണൽ ആയിട്ടുള്ള കുക്കുകൾ കാര്യങ്ങൾ മീൻസ് അതുപോലുള്ള ഫിലിം സ്റ്റാർസോ അതല്ലെന്നുണ്ടെങ്കിൽ അതേപോലെ വെൽ നോൺ ആയിട്ടുള്ള കൊടീശ്വരമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ അതിനനുസരിച്ച് പേഴ്സണൽ ആയിട്ടുള്ള ഷെഫും കാര്യങ്ങളൊക്കെ ഈ പറയുന്ന കോഴ്സ് പഠിച്ച ആൾക്കാരൊക്കെ തന്നെയാണ്. അതിനൊക്കെ ചോദിക്കുന്നതാണ് സാലറി. ആ ലെവലിലോട്ട് വരെ നമുക്ക് വളരാൻ പറ്റുന്ന, ആസ്വദിച്ച് പഠിക്കാനും ആസ്വദിച്ച് ചെയ്യാനും പറ്റുന്ന നല്ലൊരു ഇതാണ്. അതേപോലെ തന്നെ പലരും ഈ ഒരു കോഴ്സ് പഠിച്ചിട്ട് സ്വന്തമായിട്ട് വെഞ്ചേഴ്സ്, അതായത് നമ്മുടെ സിഗ്നേച്ചർ ഒരു ഫുഡോ കാര്യങ്ങളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റ് ചെയ്യാനും അതേപോലെ തന്നെ അത് ഡെവലപ്പ് ചെയ്യാനും അത് നമുക്ക് കാണിക്കാനും ഒക്കെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പലർക്കും നല്ലപോലെ കുക്ക് ചെയ്യാൻ അറിയാം, പക്ഷെ നമുക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ ഒന്ന് പ്രൊജക്ട് ചെയ്യാൻ വലിയൊരു കോഴ്സോ അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷനോ അങ്ങനൊന്നുമില്ല. അങ്ങനെയുള്ളവർക്കും ഈ ഒരു കോഴ്സ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. അങ്ങനെ ആസ്വദിച്ചും സന്തോഷത്തോടെയും ചെയ്യാൻ പറ്റുന്നവർക്ക് എപ്പോഴും നല്ലൊരു ജോലി സാധ്യതയുള്ള ഒരു കോഴ്സ് തന്നെയാണ്. നല്ല ജോലി സാധ്യതയുണ്ട്, പക്ഷെ ഈ പറയുന്ന പോലെ ഇതിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ആ പ്രശ്നങ്ങള് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ മൈൻഡ് ഉള്ളവർ മാത്രമേ എടുക്കുള്ളൂ. ആദ്യത്തെ 2-3-4 വർഷം, ഒരു 4 വർഷം വരെയൊക്കെ കുറച്ച് ടഫായിരിക്കും. അതായത് ജോലി നമുക്കൊരു നമ്മുടെ മുകളിൽ നല്ല സീനിയോറിറ്റി ഉള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ അവര് ആ ഒരു രീതിയിലായിരിക്കും നമ്മളോട് ഒരുപക്ഷെ പെരുമാറുന്ന എടുക്കുന്നതൊക്കെ. അപ്പൊ അങ്ങനെ കുറച്ച് ജോലീസും കാര്യങ്ങളൊക്കെ ആദ്യം നമുക്ക് കുക്കിങ്ങിലോട്ട് എത്താൻ തന്നെ ചിലപ്പോൾ 1 വർഷമൊക്കെ കഴിയേണ്ടി വരും. അത് ക്ലീനിങ്ങോ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ അതിനൊക്കെ മെന്റാലിറ്റി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇതിലോട്ട് പോവാം. അതേപോലെ തന്നെ നമ്മുടെ ഒരു സിഗ്നേച്ചർ അവിടെ വരുത്താൻ നമുക്ക് പറ്റും. ആ സിഗ്നേച്ചർ വരുത്താൻ നിങ്ങൾ തയ്യാറാവണം. അങ്ങനെയുള്ളവർക്ക് നല്ല രീതിയിലൊരു
ഒരു ബിൽഡിംഗ് കരിയറിലോട്ട് കൊണ്ടുവരാനും പറ്റും ഈ ഒരു കോഴ്സ് കാരണം. പിന്നെ ഇതിനകത്ത് മീൻസ് പഠിക്കാനുള്ള ഓപ്ഷൻസ് നമുക്ക് ഇൻസൈഡ് കേരള വളരെ കുറച്ച് കോളേജുകളേ ഉള്ളൂ. പിന്നെ ഔട്ട്സൈഡ് കേരളയുണ്ട്. എസ്പെഷ്യലി ബാംഗ്ലൂർ അതേപോലെ മംഗലാപുരം ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് കോളേജുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പം സൺറൈസിലെ യൂണിവേഴ്സിറ്റികളിൽ തന്നെ വരുന്ന കോളേജുകളുണ്ട്. ഈവൻ ബാംഗ്ലൂരാണ് ഇതിന് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത്. അത് BGS മെഡിക്കൽ കോളേജ് ഒക്കെയാണ് വലിയൊരു ക്യാമ്പസ് ആണ്. അതിനകത്ത് തന്നെ ഹോട്ടൽ മാനേജ്മെന്റിന് പ്രത്യേക ഒരു ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ BGS നല്ലൊരു ഓപ്ഷനാണ്. അതേപോലെ തന്നെ കോശീസിലും നല്ല ട്രെയിനിങ്, ഇന്റർനാഷണൽ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോളേജാണ്. അതേപോലെ സി കോളേജ്, അങ്ങനെ കുറെ ഓപ്ഷൻസും. ഗാർഡൻ സിറ്റി ഉണ്ട്. ഗാർഡൻ സിറ്റി ഒരു നല്ലൊരു ഒരു ഇന്റർനാഷണൽ ഫെസിലിറ്റീസും കാര്യങ്ങളും അതേപോലെ തന്നെ വെളിയിൽ പോയി അവർക്ക് ട്രെയിനിങ്ങിനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു കോളേജാണ് ഗാർഡൻ സിറ്റി. അങ്ങനെ ഒരുപാട് കോളേജസ് ഉണ്ട്. മീൻസ് അത്യാവശ്യം ഡിമാൻഡ് ഉള്ള കോളേജുകളിലെയും കുട്ടികൾക്ക് നല്ലൊരു ഔട്ട്കം കിട്ടുന്ന കോളേജുകളിലേക്ക് പേരാണ് ഞാൻ പറഞ്ഞത്. ഇത് കൂടാതെ വേറെ ഓപ്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു കോളേജുകളിലോടോ അല്ലെങ്കിൽ പ്ലേസ്മെന്റ് ഉള്ള കോളേജിനോടോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഈ കോഴ്സിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഇനി കൂടുതൽ അറിയണമെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം. അഡ്മിഷൻ പ്രൊസീജിയർ അതേപോലെ തന്നെ സ്കോളർഷിപ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കോളേജുകളുണ്ട്. അതിനെപ്പറ്റി അറിയണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, സോ ഈ കോഴ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ വീഡിയോ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. ഹോട്ടൽ മാനേജ്മെന്റ് നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്കോ റിലേറ്റീവ്സിനോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിന്റെ അഡ്മിഷൻ പ്രൊസീജിയർ കാര്യങ്ങൾ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ ലിങ്ക് കാര്യങ്ങളെല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടുതൽ എന്തെങ്കിലും അതിന് നിങ്ങൾക്ക് താല്പര്യമില്ല, അത് പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ പോലും അതിനകത്തുള്ള റിപ്ലൈയും കാര്യങ്ങളും ഒക്കെ തരുന്നതാണ്. ഇത് കഴിഞ്ഞ ദിവസം കുറെ കുട്ടികൾ ഇങ്ങോട്ട് ചോദിച്ചു ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചുകൊണ്ടാണ് ഇപ്പൊ ഈ വീഡിയോ ചെയ്തത്. അതേപോലെ ഇനി ചെയ്യാൻ വേറെ കുറച്ച് കോഴ്സുകളും കോളേജുകളും ഉണ്ട്. അതുമായിട്ട് ഉടനെ തന്നെ ഞാൻ എത്തുന്നതാണ്. വീണ്ടും കാണും വരേക്കും നന്ദി, നമസ്കാരം.